Just need to take the video, so But you have to go into developments. So that's not a problem. we need our bedroom. So gardening is due. Run as much as you can. അപ്പം ഇന്ന് ഒക്ടോബർ 16 അല്ലേ? ഒക്ടോബർ 16 2022 ആണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ ഒരു വീട് വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഫസ്റ്റ് വീട്, നമ്മൾ ആദ്യത്തെ വീട് കാണാൻ പോവാണ്. ഇവിടെ നമ്മൾ അതെ 2022 എടുത്തൊരു വ്ളോഗാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ ഹോം ഓണേഴ്സ് ആയതിൻ്റെ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പം അതൊരു ചുമ്മാ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്കൊരു സ്റ്റോറി പോലെ ഇങ്ങനെ ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജസും ഞങ്ങൾ ഗോ ത്രൂ ചെയ്ത സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്ത് പറഞ്ഞ് ഒപ്പം ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ച മാക്സിമം ക്ലിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഫസ്റ്റിൽ അങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, ഐ മീൻ UK സ്റ്റാർട്ട് ചെയ്തതാണ് അത്. ഇനി ഞാൻ വരാം എന്നാണ് തുടങ്ങിയത്, കറക്റ്റായിട്ട് എക്സാക്ട്ലി എന്നാണ് തുടങ്ങിയതെന്നൊക്കെ ഞാൻ പറഞ്ഞു വരാം. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഹോമിനെ പറ്റിയിട്ടൊക്കെ ചെറിയ ഷോർട്സും ഐ മീൻ ചെറിയ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ, ഇവിടുത്തെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്, എവിടെയാണ് എടുത്തത്, ഏത് ബിൽഡേഴ്സാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ബട്ട് ഞങ്ങൾ ഗോ ത്രൂ ചെയ്ത സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ഈ ഒരു വ്ളോഗിൽ. സോ എല്ലാവർക്കും ഈ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗിലേക്ക് വെൽക്കം. സോ ഞങ്ങളുടെ ഫസ്റ്റ് വീട് ഹണ്ടിങ് തുടങ്ങുന്നത്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉൽവേ എന്ന് പറഞ്ഞിട്ട്, നവി മുംബൈയിലെ ഉൽവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു വില്ലേജ് സെറ്റപ്പിലാണ് ഞങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ ചെന്ന് ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ നമ്മുടെ റെൻറ്റ് ഈക്വൽസ് EMI എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വീട് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഉൽവേ ഏരിയയിലുള്ളത്, കുറേ പൻവേൽ ഏരിയയിലുള്ള കുറേ വീടുകൾ, അങ്ങനെ കുറേ വീടുകൾ കുറേ ഫ്ലാറ്റുകൾ ഐ മീൻ യൂസ്ഡ് ഫ്ലാറ്റുകളാണ്, അതൊക്കെ നമ്മൾ പോയിട്ട് ചുമ്മാ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഭയങ്കര ഇവിടുത്തെയും അവിടുത്തെയും റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ കുറേ വീടുകളും കുറേ സ്ഥലങ്ങൾ, ഡെവലപ്പിംഗ് പ്രോപ്പർട്ടീസും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഏജൻസിനെ ഞങ്ങൾ ഇമെയിൽ ത്രൂ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് റിപ്ലൈ അയക്കുമ്പോൾ തന്നെ നമ്മൾ ചില ആൾക്കാരോട് നോ പറഞ്ഞു. എന്തുവാടാ ഞാനിവിടെ എടുക്കുന്നുണ്ടില്ലേ? ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ്. കാണാം, പക്ഷെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുക. നമ്മൾ കഞ്ഞി കുടിക്കുമ്പോ ചെയ്യാം, കാണാം. എന്തുവാടാ അപ്പൊ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും രാത്രിയായി ഇവിടെ. അപ്പം പക്ഷെ ഇപ്പം നല്ല ലൈറ്റ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഞങ്ങൾ ഉൽവേയിൽ ഐ മീൻ നമ്മൾ മുംബൈയിലായിരുന്നപ്പോൾ തന്നെ വീടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ നമുക്ക് നല്ലൊരു ഓപ്ഷനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യം താമസിച്ച വീട്, അത് റെൻറ്റിന് താമസിച്ച വീട് സ്വസ്തിക് ആരാധന എന്നാണ് അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേര്. അത് ഭയങ്കര എന്താ പറയുക, നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്ഥലമല്ലേ. എൻ്റെ വിശാഖൻ്റെ ഒത്തിരി കരച്ചിലും സന്തോഷവും അച്ചീവ്മെൻറ്റ്സും ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരു ഇതാണ്. എനിക്കിപ്പോഴും ആ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു 1 bedroom ഫ്ലാറ്റായിരുന്നു. അതിൻ്റെ മുക്കും മൂല വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കിച്ചണൊക്കെ വളരെ കുഞ്ഞു കിച്ചണായിരുന്നു. ഒരു ബാത്റൂമും ഒരു ബെഡ്റൂമും പിന്നെ ചെറിയൊരു ഹോളും അങ്ങനെയായിരുന്നു. പിന്നെ ബാൽക്കണി ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ലോകമായിരുന്നത്. എനിക്കിപ്പോഴും ഭയങ്കര എന്താ പറയുക, ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഒരിതാണ്. നമുക്ക് അയ്യോ അതിൽ ഒന്നുകൂടെ കയറാൻ പറ്റുമോ. നമ്മൾ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ പോയപ്പോഴൊക്കെ നമ്മൾ അവിടെ പോയായിരുന്നു, മുംബൈയിൽ പോയായിരുന്നു. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് അത് ചെറുതായിട്ട് പെയിൻ്റൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്തിപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടിനകത്തി വെച്ചിട്ട് എടുത്ത ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ ഫോട്ടോസ് ഉണ്ട്, പക്ഷേ മാക്സിമം വീടിനകത്തുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്ളോഗിൽ.
അപ്പോൾ ഞാനും കുറച്ച് നേരത്തേക്ക് എൻ്റെ ആ ഒരു മെമ്മറിയിലോട്ടൊക്കെ ഒന്ന് പോയായിരുന്നു. ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കിയെടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കഥകൾ, ഓരോ ഫോട്ടോയ്ക്കും അതിൻ്റേതായിട്ടുള്ള സ്റ്റോറീസ് ഉള്ള പോലെ തോന്നി കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ആ സമയത്ത്. ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് പീരീഡ് ആയിരുന്നു ഞങ്ങളുടെ ഏർലി ഇയേഴ്സ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്. ഇപ്പോഴും സ്ട്രഗ്ലിങ് തന്നെയാണ് കേട്ടോ, ഇപ്പം വലിയ മെച്ചപ്പെട്ടു എന്നല്ല പറയുന്നത്. പക്ഷെ അന്നത്തെ സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് നമ്മുടെ പേരൻസിനോടോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടോ പറയാൻ പറ്റാത്ത പോലത്തെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അന്ന് ആരോടും നമ്മൾ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല, ഒരുപാട് നമ്മൾ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് പിന്നെ നമ്മൾ പിന്നെ നമ്മളൊരു 2 bedroom ഫ്ലാറ്റിലൂടെ നമ്മൾ മാറി. അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫ്ലാറ്റായിരുന്നു. അത് തന്നെ നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. ആ ഫ്ലാറ്റ് തന്നെ വാങ്ങിയല്ല, കാരണം അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഒരു പഴയ ബിൽഡിംഗ് ആണ്, ഗീതാഞ്ജലി എന്നായിരുന്നു ആ ബിൽഡിങ്ങിൻ്റെ പേര്. ഗീതാഞ്ജലി പക്ഷേ ഭയങ്കര ഓൾഡാണ്. പക്ഷേ കമ്മ്യൂണിറ്റിയൊക്കെ നല്ല കമ്മ്യൂണിറ്റി ആയിരുന്നു, നല്ല സൊസൈറ്റി ആയിരുന്നു. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു അനിലേഷേട്ടനും അനുചേച്ചിയും. മുംബൈ എന്ന് പറയുമ്പോഴേ അവരുടെ മുഖമാണ് വരുന്നത്. അവരുടെ വീടിന് തൊട്ടടുക്ക് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെ ഒന്ന് നോക്കിയാലോ. അന്ന് നമ്മൾ അതിൻ്റെ ഓണേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ 60 something ആയിരുന്നു, 60 lakh ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ വാങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നമ്മൾ മനസ്സുകൊണ്ട് എന്നാൽ പിന്നെ ഇത് തന്നെ ആയാലോ. അപ്പോൾ പിന്നെ ഷിഫ്റ്റിംഗ് ഒന്നും ചെയ്യണ്ട, കാരണം ഷിഫ്റ്റിംഗ് ഈസ് എ വെരി ബിഗ് ഹെഡ് പെയിൻ ആണ്. അപ്പം സോ വി ഡോണ്ട് നീഡ് ടു ഷിഫ്റ്റ്. അപ്പം നമുക്ക് അത് തന്നെ അങ്ങ് ഇരിക്കുന്നിടം തന്നെ അങ്ങ് വാങ്ങിച്ചാലോ എന്നൊക്കെ ആലോചിച്ചായിരുന്നു. ചുമ്മാ നമ്മളിങ്ങനെ തോട്ട് വന്നായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെയാണ് പിന്നെ കോവിഡൊക്കെ വന്നിട്ട് നമ്മൾ നാട്ടിലോട്ട് ഷിഫ്റ്റായി. അത് ഞങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു ഭയങ്കര ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു. പിന്നെയാണ് നമ്മൾ നമ്മൾ വിചാരിച്ചു UK വന്നു. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കഷ്ടപ്പാട് ചെയ്യാത്ത പാർട്ട് ടൈമുകളൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്താണ് കഷ്ടപ്പെട്ടാണ് ഇവിടെ പിടിച്ചു നിന്നത്. അതുപോലെ ഇവിടുത്തെ തണുപ്പും, ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലത്തോട്ടാണ് വന്നത്, സ്കോട്ട്ലൻഡിലാണ് ഞങ്ങൾ വന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെയോ ദൈവം സഹായിച്ചും പിന്നെ നമ്മുടെ പേരൻസിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നു. അപ്പോഴൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു പ്ലാൻ, വീട് വാങ്ങിക്കുക എന്നുള്ള പ്ലാനൊക്കെ നമ്മളുടെ 8, 9, 10 11, 12, 13, 14, 15, 20, 30 ആ പ്രയോറിറ്റിയിൽ പോലും നമ്മൾ വീട് വാങ്ങിക്കണം എന്നുള്ള സംഭവമൊന്നും ഇല്ല. ബട്ട് ഉള്ളിലുണ്ട്. ബട്ട് നമ്മളത് അത് കംപ്ലീറ്റ്ലി നമ്മൾ വിഡ്രോ ചെയ്തു. കാരണം നമുക്ക് പറ്റുന്ന കാര്യമല്ല, നമുക്ക് മറ്റ് പല കാര്യങ്ങളും നമുക്ക് നേടാനുണ്ട്. സോ നമ്മൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾക്ക് 2 പേർക്കും ജോലി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വീട് ഹണ്ടിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാം. കാരണം കുറേ വീടുകൾ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ പല കാര്യങ്ങളും. അങ്ങനെയാണ് നമ്മൾ ആദ്യം കണ്ടൊരു വീഡിയോ ഇല്ലേ അതിലേക്ക്, അന്നാണ് നമ്മൾ തുടങ്ങുന്നത്. October 16 or 17 അതെന്തോ അല്ല അതിനകത്ത് പറയുന്നത്. ആ ദിവസമാണ് നമ്മളൊരു വീട് നോക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് ഫിക്സ് ചെയ്തില്ല. അതല്ലായിരുന്നു നമ്മുടെ തലയിൽ വരച്ചിരുന്ന വീട്. നമ്മൾ അന്ന് കണ്ട വീടുണ്ട്, ആദ്യമായിട്ട് നമ്മൾ കണ്ട വീടാണ് UK വന്നിട്ട്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള വീടൊക്കെ നമ്മൾ വ്യൂവിങ് നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ നമ്മൾ വ്യൂവിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് വീട് കാണാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴെങ്ങും പോസ്റ്റ് ചെയ്തില്ല. നമ്മൾ വീടെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ടെൻഷനൊക്കെ ഉണ്ട്. ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊന്നും ഫൈനലൈസ് ഒന്നും ചെയ്യാനല്ല പോകുന്നത്. നമ്മൾ ജസ്റ്റ് കുറേ വീഡിയോകൾ കണ്ടു വെക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് വീടാണ് നല്ലത്, ഏത് സ്ഥലമാണ് നല്ലത്, എങ്ങനെയാണ് ഇവിടുത്തെ പൊതുവേ വീടുകളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പ്രൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് കുറേ പോയി കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഞാനിത് എൻ്റെ ഒരു മെമ്മറി ആയിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കും. ഈ ദിവസം നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് അതിനുവേണ്ടി ഞാൻ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വീടിൻ്റെ അകത്തൊന്നും കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ പുറമേ ഉള്ള ഏരിയ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട വീടാണ് ബാക്കിൽ കാണുന്നത്. ഫസ്റ്റ് കണ്ട വീടാണ് നമുക്ക്. പക്ഷെ ഇഷ്ടപ്പെട്ട വിശാഖ് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് ഏരിയ വൈസ് കൊള്ളത്തില്ല അല്ലേ, നമ്മൾ പോവാണ്.
അപ്പോൾ അതായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വീട് നമ്മൾ ചൂസ് ചെയ്തില്ല. ഏരിയ വൈസും എല്ലാം കൊണ്ട് നമ്മൾ, പിന്നെ പ്രൈസ് വൈസും ഒക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. സോ നമ്മളത് വിഡ്രോ ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ കുറേ വീടുകൾ കണ്ടു, കുറേ വീടുകൾ കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു 30-40 വീടുകളോളം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട്, ലെസ്റ്റർ, ലഫ്ബ്രോ, റഗ്ബി, പിന്നെ കുറേ ഓഡ്ബി, പിന്നെ ഡാബി, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വീടുകൾ കണ്ടിട്ടുണ്ട്. കുറേ ഇപ്പോൾ പേരുകൾ തന്നെ മറന്നുപോയി ഈ സ്ഥലങ്ങളുടെ. അത്രയും നമ്മുടെ ഒരു വീക്കെൻഡ് ഫുള്ള് നമുക്ക് വീട് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ വന്ന് ലോക്കായി. ഈ ഒരു ഹോം നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത്, ആൻഡ് നമുക്കെല്ലാം ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ടിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ അഫോർഡബിലിറ്റി, നമുക്ക് മോർട്ട്ഗേജ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അവരും അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വീട്, നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് തരുള്ളൂ കേട്ടോ. അല്ല നമുക്ക് ചുമ്മാ ഒരു വീടെടുത്ത് അതിൻ്റെ അടുത്തോട്ട് വെക്കുമോ അങ്ങനെ പറയില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുറേ റൂൾസ് ഫോളോ ചെയ്തിട്ടേ അവർ നമുക്കൊരു വീട് തരുള്ളൂ. അവർക്ക് തന്നെ, കാരണം ബിൽഡേഴ്സിൻ്റെ തലയിലോട്ട് ആവരുതല്ലോ പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ അവർ തന്നെ അഫോർഡബിലിറ്റി ഒക്കെ നോക്കിയിട്ടേ അവരൊരു കാര്യത്തിലോട്ട് നമ്മളെ കൊണ്ടുവരുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഈ ഒരു വീട് നമ്മൾ ചൂസ് ചെയ്തു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ ഈ ഒരു ഡ്രീം ഹോമിൽ നമ്മൾ ഫൈനലൈസ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു വീടൊക്കെ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തു. നമുക്ക് ഇത് തന്നെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും കാണും. വേറൊരാൾക്ക് കാണുന്നവർക്ക് ഒരുപാട് നെഗറ്റീവ്സ് കാണും. ബട്ട് ഞങ്ങൾക്കതൊന്നും കുഴപ്പമില്ല, കാരണം ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. അതിന് ഞങ്ങൾക്ക് പോസിറ്റീവ്സ് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പല കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. അതുണ്ടായിരിക്കണം, ഇതുണ്ടായിരിക്കണം, മറ്റുണ്ടായിരിക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒത്തുചേർന്നൊരു വീടാണിത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീട് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഈ ഒരു റിസർവേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ വീട് റിസർവ് ചെയ്ത് നമ്മുടെ റിസർവേഷൻ സ്റ്റേജ് 2023 ഒരു പകുതിയിലാണ് ഒരു റിസർവേഷൻ സ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലേറ്റ് 20s വിശാഖിൻ്റെ early 30s വരുന്നത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എഗ്രി ചെയ്തു. നമ്മുടെ ആ ഒരു ബിൽഡറിനെ നമ്മൾ ചെന്ന് കണ്ടു. അപ്പം ആ ഒരു റിസർവേഷൻ സ്റ്റേജ് അവിടെ തീർന്നു. കാരണം നമ്മൾ നമ്മളുടെ അഫോർഡബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും, കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അവർ നമുക്ക് കുറേ ഇവിടെ ഇപ്പം ഈ ഒരു ഡെവലപ്മെൻറ്റിലുള്ള വീടുകൾ ഇന്നതൊക്കെയാണ് സോൾഡ് ഔട്ട് ആവാത്തത്, അപ്പം ഇതിലേതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യൂ, ഇതെല്ലാം നിങ്ങളുടെ അഫോർഡബിലിറ്റിയിൽ വരുന്നതാണ് എന്നൊക്കെ പറയുന്നൊരു സ്റ്റേജാണ് റിസർവേഷൻ സ്റ്റേജ്. അപ്പം അതിൽ നമ്മളൊരു വീട് നമ്മൾ സെലക്ട് ചെയ്ത് സൈൻ ചെയ്തു. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒപ്പിട്ട് കൊടുത്തു 2023 ഒരു ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ലാസ്റ്റ് സ്റ്റേജിൽ. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ്, നമ്മൾ വീടുമായിട്ട് നമുക്കൊരു ഫസ്റ്റ് ബന്ധം അതായിരുന്നു. അപ്പം അന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ഷോ ഹോം, എല്ലാ ഏജൻസീസും അല്ലെ എല്ലാ ബിൽഡിംഗ് പ്രോപ്പർട്ടീസിനും ബിൽഡേഴ്സിനും ഷോ ഹോംസ് അവൈലബിൾ ആയിരിക്കും. അത് ചിലപ്പം നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിൻ്റെ അതേ ലേ ഔട്ട് ആയിരിക്കും, ചിലപ്പം അതായിരിക്കില്ല. അവിടുത്തെ ഏറ്റവും വലിയ ഹൗസ്, ഇപ്പം ഒരു ബിൽഡിംഗ് പ്രോപ്പർട്ടി ചിലപ്പം 2 bedroom വീട് സെല് ചെയ്യുന്നുണ്ടാവാം, 3 bedroom സെല് ചെയ്യുന്നുണ്ടാവും, 4 bedroom സെല് ചെയ്യുന്നുണ്ടാവും, 5 bedroom സെല് ചെയ്യുന്നുണ്ടാവും, വാട്ടവർ. അത് പല നമ്പർ ഓഫ് BHKs ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ജീവിക്കാൻ പോകുന്ന അതേ ലേ ഔട്ട് തന്നെ കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പം ചില ബിൽഡേഴ്സിന് പല ബ്രാഞ്ചസ് കാണുമല്ലോ പല ടൗണിലായിട്ട്. അപ്പം ചിലപ്പം നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിൻ്റെ ലേ ഔട്ട് ചിലപ്പം വേറൊരു ടൗണിലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന വീട് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വീട് തന്നെയാണ്. നമുക്ക് എന്തോ ഭാഗ്യത്തിന് നമുക്ക് ആ സെയിം വീട് തന്നെ, ഷോ ഹോം തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വീട് എന്നൊക്കെയുള്ളൊരു തോട്ടൊക്കെ നമുക്ക് അപ്പം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഡിഫറൻസ് കാണും, പക്ഷേ നമുക്ക് ആ കറക്റ്റ് ഹോം തന്നെ നമ്മൾ കണ്ടു. അപ്പം തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. നമുക്ക് ഇത് തന്നെ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം 2 ഹോമായിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തിട്ട്. രണ്ട് ഹോം ഫിക്സ് ചെയ്തു എന്നല്ല, 2 ഹോമായിരുന്നു നമുക്ക് നമ്മളുടെ അഫോർഡബിലിറ്റിയിൽ നമ്മുടെ ബിൽഡേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് വേണം എന്നുള്ളത്. ഒന്നിൽ വാക്കിംഗ് വാർഡ്രോബ് ഒക്കെ ഉള്ളതായിരുന്നു. അതായിരുന്നു ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന വീട് ഞങ്ങൾ ചൂസ് ചെയ്തു. സോ നമ്മുടെ റിസർവേഷൻ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജാണ് പ്രീ സ്റ്റേജ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയും. അപ്പം ആ ഒരു സ്റ്റേജിൽ യു മൈറ്റ് ബി കോൾഡ് ടു സീ വെയർ യുവർ പ്ലോട്ട് ഈസ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്, നമ്മുടെ പ്ലോട്ട് എങ്ങനെയാണ് അവിടെ. അപ്പം അവരുടെ ഒരു ഗേറ്റഡ് സെക്യൂരിറ്റി ഒക്കെ കാണും, കാരണം അവിടെ വർക്കിംഗ് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു
ഒരു പുറമെ നിന്നൊരു ബിൽഡിംഗ് അങ്ങനെയുള്ള അകത്ത് കയറിയാൽ നമുക്കൊന്നും മനസ്സിലാവുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ മനസ്സിലാവില്ലെന്നില്ല, മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒരു വിസിറ്റ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് വിസിറ്റ് നമ്മൾ ആദ്യമായിട്ട് വലുതുകാലി വെച്ച് വീടിനകത്ത് കയറി വീടൊക്കെ കണ്ടു. ഓക്കെ, എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു. അങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് നമ്മുടെ വീടിൻ്റെ വിസിറ്റ് കേട്ടോ. പിന്നെ ബിൽഡ് ഇൻ പ്രോഗ്രസ് വിസിറ്റ് നമുക്ക് തരും. നമ്മുടെ മൂന്നാമത്തെ വിസിറ്റാണ് ബിൽഡ് ഇൻ പ്രോഗ്രസ് വിസിറ്റ്. അപ്പോൾ അതിൽ നമ്മൾ വന്നിട്ട് നമുക്ക് നമ്മളുടെ ഫ്ലോർ, പിന്നെ വാൾ പെയിൻറ്റ്, അതുപോലെ തന്നെ കിച്ചൺ കബോർഡ്സിൻ്റെ ഡോർസ്, കാർപ്പറ്റ് ആണെങ്കിൽ കാർപ്പറ്റ് ഉള്ള വീടാണെങ്കിൽ കാർപ്പറ്റ്സിൻ്റെ ഡിസൈൻ, കളേഴ്സ്, അതൊക്കെ നമുക്ക് ആ സ്റ്റേജിൽ നമുക്ക് പോയിട്ട് നമുക്ക് തന്നെ പറയാം എങ്ങനെ വേണം, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. ഇവർക്ക് എല്ലാവർക്കും, ഈ എല്ലാ ഡെവലപ്പേഴ്സിനും ഒരു ജനറൽ ഒരു സംഭവങ്ങൾ കാണും. അതായത് ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ് ചിലപ്പം ഒരു ഡബിൾ ഡോറിൻ്റെ വൺ കമ്പാർട്ട്മെൻ്റ് ഉള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആയിരിക്കും അവരുടെ ഒരു നോർമൽ അല്ലെ ഒരു ജനറൽ കാറ്റഗറി. നമുക്ക് വേണമെങ്കിൽ പൈസ ഇട്ട് നമുക്ക് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. ഒരുപാട് അപ്ഗ്രേഡിങ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള വലിയ ഫ്രിഡ്ജില്ലേ, അങ്ങനത്തെ ഫ്രിഡ്ജൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ പക്ഷേ എന്താ പറയുക, നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഒരുപാട് സാധനം വെച്ച് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഇത് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത്. നമുക്കെല്ലാം മിനിമൽ വെരി ബേസിക് ഡിസൈൻസും കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. എക്സ്ട്രാസ് ആയിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഇതിനിടയിൽ നമ്മുടെ മെയിൻ വീട് കാണൽ സ്റ്റേജസ് അല്ലാതെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കുക, ഞങ്ങളൊന്ന് വന്ന് കണ്ടോട്ടെ, അങ്ങനെയാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയും ഓക്കെ, ഇറ്റ്സ് യുവർ ഹോം, യു ക്യാൻ വിസിറ്റ് വെൻ എവർ യു ക്യാൻ, അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കാണാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹോം ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രീ കംപ്ലീഷൻ സ്റ്റേജ് വരും. That day or the day after. Yeah, that's fine. So yeah, that's all that will happen. So you can come in the next day. That's not a problem. So here. So this will be our bedroom. ഇതിനി അടിപൊളിയാക്കണം. അവിടെ ഹീറ്റർ അല്ലേ? ഇവിടെ ആയിരിക്കും, പക്ഷേ നമ്മളെ മണ്ടയ്ക്കോട്ട് പോകണം. So it will have just another basic clean and wash. So this is the carpet. So kitchen. Now I can't remember whether I told you that you get an induction hob. Here there is a small office room. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിൽഡർ വന്ന് നമ്മളെ കൊണ്ട് കാണിച്ച് എല്ലാം പറഞ്ഞു തന്ന് നമ്മൾ ഓക്കെ ആണോ, നിങ്ങൾ റെഡി ആണോ ഫോർ ദ കീ ഹാൻഡ് ഓവർ എന്നൊക്കെയുള്ളൊരു സംഭവം അവർ ചോദിക്കും. ഈ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ നമ്മൾ ഫിൽ ഔട്ട് ചെയ്യുന്നത്. നമ്മൾ അവരുമായിട്ട് നമ്മുടെ ഫൈനൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതും, സോളിസിറ്റേഴ്സിനുമായിട്ട് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് തരും. സോളിസിറ്റേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കും, പിന്നെ മോർഗേജ് പ്രൊവൈഡറുമായിട്ട് നമ്മൾ സംസാരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ്. അല്ലാതെ അതുവരെ നമ്മളുടെ വീടാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് തോന്നുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ വിഡ്രോ ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നിങ്ങൾക്കുണ്ട്. ആ ഒരു സ്റ്റേജായിരുന്നു നമ്മൾ ക്രോസ് ചെയ്തത്. ആ ഒരു സ്റ്റേജും ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു വിസിറ്റ് കൂടെ തന്നു. കാരണം നമ്മുടെ എഞ്ചിനീയർ വിസിറ്റും കൂടെ ഉണ്ടായിരുന്നു. നമുക്കിവിടെ എഞ്ചിനീയർ വന്നിട്ട് നമ്മളൊരു എഞ്ചിനീയർ കൂടെ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തരും. നമ്മൾ 3 പേരും കൂടെ വീട് ഫുള്ളും കാണും. പുള്ളിക്കാരന് ഇവിടുത്തെ പ്ലംബിങ്, ഇവിടുത്തെ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ, പിന്നെ ബാക്കി ഇപ്പോൾ വാളിൽ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ആണിയടിക്കാം, അല്ലെങ്കിൽ എവിടെയൊക്കെ ഹാങ്ങിങ്സ്, അല്ലെങ്കിൽ ഹെവി ഇപ്പം ടി വി റൂമിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ടി വി നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്യാം, വാൾ മൗണ്ട് ചെയ്യാം, അങ്ങനെ എവിടെയൊക്കെ ചെയ്യരുത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ലേഔട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു വിസിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹീറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് അങ്ങനെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതുവരെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അടുത്ത നമ്മുടെ പ്രോസസ്സാണ് നമ്മുടെ കീ ഹാൻഡ് ഓവർ ഡേ ആണ് നമ്മുടെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ടു ബി കണ്ടിന്യൂഡ് ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. കാരണം ഇത് തന്നെ കുറേ ഒരു ലെങ്തി വ്ളോഗായിട്ട് പോകും. ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്സ്, നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്സും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കീ ഹാൻഡ് ഓവർ ഡേ വരെ എത്തിയത്, അങ്ങനത്തെ സംഭവം മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പം അടുത്ത വ്ളോഗിൽ നമുക്ക് കീ ഹാൻഡ് ഓവറിങ് കാണാം. പിന്നെ ചെറിയ നമ്മുടെ ഷിഫ്റ്റിംഗ്, അന്ന് നമുക്കുണ്ടായ കുറേ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ അടുത്തതിൽ ചെയ്യാം. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഗോ ത്രൂ ചെയ്ത സ്റ്റേജസ്. നമ്മൾ ഇതുവരെ താമസിച്ച എല്ലാ വീടുകളും നമുക്ക്
ഭയങ്കര ഞങ്ങൾ ഒരുപാട് ഡിസിഷൻസ് നമ്മളെടുത്ത പല പല വീടുകളുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് താമസിച്ച ലെസ്റ്ററിലെ വീടാണേലും ഞങ്ങൾ ഒരുപാട് ഡിസിഷൻ എടുത്ത് അവിടെ നിന്നാണ്. അവിടെയും കുറേ നമ്മൾ താമസിക്കുന്ന ഏത് വീട്ടിലാണെങ്കിലും നമ്മുടെ കരച്ചിലുകളും നമ്മുടെ സന്തോഷങ്ങളും നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ 1 മാസം താമസിച്ച വീട്ടിലാണെങ്കിലും 2 മാസം താമസിച്ച വീട്ടിലാണെങ്കിലും 2 വർഷം താമസിച്ച വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കതെല്ലാം ഭയങ്കര മെമ്മറി ആയിരിക്കും. അങ്ങനെ എല്ലാ മെമ്മറിയും കടന്നിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഡ്രീം ഇതിൽ നമ്മളിരിക്കുന്നത്. അതിൽ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര ബ്ലെസ്ഡാണ്, എല്ലാം തോന്നുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു വീടിൻ്റെ ഒരു മുക്കും മൂല്യം വരെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്, അല്ലെ ഭയങ്കര ഒരു ഇതായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞു കൂട്ടി. അപ്പം അടുത്ത വ്ളോഗിൽ നമുക്ക് ആ കീ ഹാൻഡ് ഓവർ ഡേയും കാര്യങ്ങളൊക്കെ കാണാം. അത് ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു. അപ്പം അതിന് മുന്നേ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ പറയുക, ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. ഇത് ഞാൻ എൻ്റെ മെമ്മറിക്കായിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നൊരു സംഭവമാണ് ഈ ഒരു വ്ളോഗും. ഈ വരുന്ന വ്ളോഗുകളെല്ലാം, എല്ലാ വ്ളോഗും എൻ്റെ ഒരു മെമ്മറി, അല്ല എനിക്ക് ഇങ്ങനെ പറയാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു മെമ്മറി പോലെ സേവ് ചെയ്യുകയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ. അത് ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വിടാം, തള്ളിക്കളയാം. ഇഷ്ടംപോലെ ഓപ്ഷൻസ് യൂട്യൂബിലുണ്ട്. അത് ആരെയും നമ്മൾ പിടിച്ചിരുത്താനൊന്നും നോക്കുന്നില്ല. ഞാൻ ആർക്കും എൻ്റെ യൂട്യൂബ് വ്ളോഗ്സോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല പേഴ്സണലി. എൻ്റെ അമ്മമാർക്കല്ലാതെ വേറെ ആർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. സോ ഇതും എന്തിനാ ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. സോ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അടുത്തൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആണ് അടുത്ത വ്ളോഗിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.